ഹായ്, എല്ലാവർക്കും നമസ്കാരം. GDA ക്ലാസ്സിൻ്റെ അടുത്ത സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കൽ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് ഇയറിൻ്റെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷനൊക്കെ തയ്യാറെടുക്കുകയാണെന്നുള്ളത് അറിയാം. നമ്മളിപ്പോൾ മൂന്നാമത്തെ യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു മെഡിക്കേഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ഡ്രഗ് എന്താണ്, മെഡിസിൻ എന്താണ്, നോമൻക്ലേച്ചർ ഓഫ് ഡ്രഗ്സ്, ഫോംസ് ഓഫ് മെഡിക്കേഷൻ, റൂട്ട്സ് ഓഫ് മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെയാണ് കഴിഞ്ഞ സെഷനുകളിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ് ആണ്. ചികിത്സയുടെ ഭാഗമായിട്ട് മരുന്നുകൾ നൽകാൻ പല മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. Drug delivery is the method or process of administering a pharmaceutical compound to achieve a therapeutic effect in humans. മനുഷ്യരിൽ ചികിത്സയുടെ ഭാഗമായി മരുന്നുകൾ ഏത് മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഏത് രീതിയിലൂടെയാണ് നൽകുന്നത്, അതിനെയാണ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. പ്രധാനമായും രണ്ട് രീതിയിലുള്ള ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ് ആണുള്ളത്. ഒന്ന് കൺവെൻഷണൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം, രണ്ട് നോവൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. We can discuss about conventional drug delivery system. Conventional drug delivery system or the traditional system is the one that incorporates the classical methods for the delivery of drug into the body. അതായത് പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ പുരാതനമായിട്ട് മരുന്ന് നൽകുന്ന രീതികൾ. പണ്ട് മുതലേ തന്നെ നമ്മൾ സാധാരണയായിട്ട് മരുന്ന് നൽകുന്ന കുറച്ച് രീതികളുണ്ട്. അതിനെയാണ് കൺവെൻഷണൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം അല്ലെങ്കിൽ ട്രഡീഷണൽ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് ഓറൽ ഡെലിവറി, ബക്കൽ അല്ലെങ്കിൽ സബ്ലിംഗ്വൽ ഡെലിവറി, റെക്ടൽ ഡെലിവറി, ഇൻട്രാവീനസ് ഡെലിവറി, സബ്ക്യൂട്ടേനിയസ് ഡെലിവറി, ഇൻട്രാമസ്കുലർ ഡെലിവറി. കൺവെൻഷണൽ മെത്തേഡ്സിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള മെത്തേഡാണ് ഓറൽ ഡെലിവറി, അതായത് വായിലൂടെ മരുന്നുകൾ കൊടുക്കുന്ന രീതി. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ കൺവീനിയൻസ് ഇൻ അഡ്മിനിസ്ട്രേഷനാണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നൽകാൻ പറ്റുന്ന രീതിയാണ്. നോൺ ഇൻവേസീവ് ആണ്. ഈ മരുന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപകരണങ്ങളൊന്നും നമ്മൾ ശരീരത്തിനകത്തോട്ട് കടത്തേണ്ട ആവശ്യമില്ല. ദെൻ ആക്യുറേറ്റ് ആൻഡ് മെഷേർഡ് ഡോസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. യൂണിറ്റ് ഡോസേജ് ഫോം അവൈലബിൾ ആണ്. ഹയർ കംപ്ലയൻസ് ആണ്. അതായത് കൺവീനിയൻ്റ് ആയതുകൊണ്ട് തന്നെ രോഗികൾ തീർച്ചയായിട്ടും ഈ മരുന്ന് കഴിക്കും, വായിലൂടെ മരുന്നുകൾ കഴിക്കും. ചീപ്പ് ടു ദ പേഷ്യൻറ്റ്. ഓറൽ ഡെലിവറിയിൽ കൂടെ കൊടുക്കുന്ന അല്ലെങ്കിൽ വായിൽ കൂടെ കൊടുക്കുന്ന മരുന്നുകൾ ചിലവ് കുറഞ്ഞതാണ്. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് പേഷ്യൻസിന് നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ലോ സോലിബിലിറ്റി, ലോ പെർമിയബിലിറ്റി. ഓറൽ ഡെലിവറിയിൽ കൂടെ കൊടുക്കുന്ന മരുന്നുകൾക്ക് സോലിബിലിറ്റിയും പെർമിയബിലിറ്റിയും കുറവാണ്. ഡീഗ്രഡേഷൻ ബൈ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ എൻസൈംസ് ഓർ ഫ്ലോറ. വയറ്റിലും കുടലിലും ഒക്കെ കാണുന്ന എൻസൈംസും സൂക്ഷ്മാണുക്കളും ഇതിനെ ഡീഗ്രേഡ് ചെയ്ത് കളയാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ എഫക്റ്റ് കുറയ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് പാസ് മെറ്റബോളിസം, അതായത് കുടലിൽ അബ്സോർബ് ചെയ്യുന്ന ഈ ഓറൽ മെഡിക്കേഷൻസ് പോർട്ടൽ സർക്കുലേഷൻ കടന്ന് ലിവറിലെത്തും. ഈ ലിവറിലുള്ള എൻസൈംസ് ഡ്രഗിൻ്റെ മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ മരുന്നിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ബോഡി സർക്കുലേഷനിൽ എത്തുകയുള്ളൂ. അതിനാണ് നമ്മൾ ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ദെൻ ഫുഡ് ഇൻട്രാക്ഷൻസ്, കഴിക്കുന്ന ആഹാരവുമായിട്ട് ചേർന്ന് ഇതിൻ്റെ എഫക്റ്റ് കുറയാനോ കൂടാനോ ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഇറഗുലർ അബ്സോർപ്ഷൻ, ചില മരുന്നുകൾ ക്രമരഹിതമായിട്ടായിരിക്കും ആഗിരണം ചെയ്യപ്പെടുന്നത്. ബക്കൽ ആൻഡ് സബ്ലിംഗ്വൽ ഡെലിവറി, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ കവിളിലും നാവിൻ്റെ അടിയിലും വെച്ച് മരുന്നുകൾ നൽകുന്ന രീതി. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തിനെ ബൈപ്പാസ് ചെയ്ത് പോകുന്നത്. റാപ്പിഡ് അബ്സോർപ്ഷനാണ്. ഒരുപാട് ബ്ലഡ് വെസൽസ് ഉള്ള ഏരിയ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആഗിരണം ചെയ്യപ്പെടും. ലോ എൻസൈമാറ്റിക് ആക്ടിവിറ്റിയാണ്. എൻസൈമുമായിട്ടുള്ള പ്രവർത്തനം കുറവായിരിക്കും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഡിസ്കംഫർട്ട് ഡ്യൂറിങ് ഡെസൊല്യൂഷൻ, ഇത് അലിയുന്ന സമയത്ത് ചെറിയ അസ്വസ്ഥത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രോബബിലിറ്റി ഓഫ് സോളോയിങ്, ലോസ് ഓഫ് എഫക്റ്റ്, അറിയാതെ വിഴുങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ വിഴുങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് നഷ്ടപ്പെടും. ദെൻ സ്മോൾ ഡോസസ്, ചെറിയ ഡോസുകൾ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് റെക്ടൽ ഡെലിവറി, മലദ്വാരത്തിലൂടെ മരുന്നുകൾ നൽകുന്ന രീതി. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ
കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ബൈപ്പാസ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം. ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തിന് ബൈപ്പാസ് ചെയ്ത് നമുക്ക് റെക്ടൽ ഡെലിവറിയിലൂടെ മരുന്നുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് കുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഡിസഡ്വാൻറ്റേജസ് എന്തെന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ഡിപ്പെൻസ് ഓൺ ഡിസീസ് സ്റ്റേറ്റ്. അസുഖത്തിനനുസരിച്ചിരിക്കും മരുന്ന് ആഗിരണം ചെയ്യപ്പെടുന്നത്, റെക്ടൽ ഡെലിവറിയിലൂടെ കൊടുക്കുന്ന മരുന്നുകൾ ആഗിരണം ചെയ്യപ്പെടുന്നത്. രണ്ടാമത്തത് ഡീഗ്രഡേഷൻ ബൈ ബാക്ടീരിയൽ ഫ്ലോറ. ഈ രക്തത്തിൽ കാണുന്ന ബാക്ടീരിയ ഈ മരുന്നുകളുടെ ശേഷി കുറയ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തത് അൺകംഫർട്ടബിൾ. രക്തത്തിലൂടെ മരുന്ന് വയ്ക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ഇൻട്രാവീനസ് ഡെലിവറി. വെയിനുകൾക്കുള്ളിലോട്ട് മരുന്ന് നൽകുന്ന രീതി. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്: ഡ്രഗ് 100% ബയോ അവൈലബിൾ. മരുന്ന് 100% ശരീരത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. സെക്കൻഡ് വൺ, റാപ്പിഡ് റെസ്പോൺസ്. പെട്ടെന്ന് തന്നെ മരുന്നിൻ്റെ എഫക്റ്റ് ലഭിക്കുന്നതാണ്. തേർഡ്, ടോട്ടൽ കൺട്രോൾ ഓഫ് ബ്ലഡ് കോൺസെൻട്രേഷൻ. IV വഴി കൊടുക്കുന്ന മരുന്നുകളെല്ലാം ഡയറക്റ്റ് സിസ്റ്റമിക് സർക്കുലേഷനിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അതിനാൽ തന്നെ മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്ത ശേഷം ബ്ലഡ് പ്ലാസ്മയിൽ ഡ്രഗ് കോൺസെൻട്രേഷൻ നോക്കിയാൽ കൊടുത്ത അതേ അളവ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പീരിയോഡിക്കലായി അസസ് ചെയ്ത് ഒരു ഡ്രഗിൻ്റെ ബ്ലഡിലുള്ള കോൺസെൻട്രേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഫോർത്ത്, മാക്സിമൈസ് ഇൻകോർപ്പറേഷൻ ഓഫ് ഡീഗ്രേഡബിൾ ഡ്രഗ്സ്. സ്റ്റൊമക്കിലോ ഇൻറ്റസ്റ്റൈനിലോ ഒക്കെ വെച്ച് ക്ഷമത കുറയുന്ന മരുന്നുകൾ നമുക്ക് ഇൻട്രാവീനസ് ഡെലിവറിയിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കും. ബൈപ്പാസ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തിന് ബൈപ്പാസ് ചെയ്യുന്നു. അതായത് നമ്മൾ ഇൻറ്റസ്റ്റൈനിൽ ഇത് വരാത്തത് കൊണ്ട് തന്നെ ഡയറക്റ്റ് വെയിനിലോട്ട് കൊടുക്കുന്നത് കൊണ്ട് ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തിനെ ബൈപ്പാസ് ചെയ്തിട്ടാണ് മരുന്നുകൾ നൽകുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇൻവേസീവ്. മരുന്ന് വെയിനിലോട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു നീഡിലോ അല്ലെങ്കിൽ ഒരു ക്യാനിലെയോ വെയിനിനകത്തേക്ക് കടത്തി വെക്കേണ്ടി വരുന്നു. ഇങ്ങനെ കടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രെയിൻഡ് പേഴ്സണൽ നമുക്ക് അത്യാവശ്യമാണ്. പോസിബിൾ ടോക്സിസിറ്റി ഡ്യൂ ടു ഇൻകറക്റ്റ് ഡോസ്. ശരിയായിട്ടുള്ള ഡോസിൽ നൽകിയില്ലെങ്കിൽ അത് അപകടകരമായിട്ട് മാറും. ദെൻ സ്റ്റെറിലിറ്റി. പൂർണ്ണമായിട്ടും അണുവിയുക്തമായിട്ടുള്ള രീതിയിൽ മാത്രമേ നമുക്ക് ഇൻട്രാവീനസ് മരുന്നുകൾ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് സബ്ക്യൂട്ടേനിയസ് ഡെലിവറി. സ്കിന്നിൻ്റെ അടിയിലെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂലോട്ട് മരുന്നുകൾ നൽകുന്നതാണ് സബ്ക്യൂട്ടേനിയസ് ഡെലിവറി. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ഈസ് പേഷ്യൻ്റ് സെൽഫ് അഡ്മിനിസ്ട്രേഷൻ. രോഗിക്ക് തനിയെ തന്നെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിലോട്ട് മരുന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനായിട്ട് രോഗിക്ക് തനിയെ തന്നെ എടുക്കാൻ പറ്റും. സെക്കൻഡ് വൺ ഈസ് സ്ലോ ആൻഡ് കംപ്ലീറ്റ് അബ്സോർപ്ഷൻ. പതിയെ മരുന്ന് മുഴുവനും അബ്സോർവ് ചെയ്യപ്പെടുന്നു. തേർഡ് വൺ, നമ്മൾ കഴിഞ്ഞ ഇൻട്രാവീനസ് ഇഞ്ചക്ഷനിൽ പറഞ്ഞതുപോലെ ഇവിടെയും സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ഡെലിവറിയിലൂടെ ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തിന് ബൈപ്പാസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇൻവേസീവ് ആണ് പ്രൊസീജിയർ. നീഡിൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിലോട്ട് കടത്തി അതിലൂടെയാണ് നമ്മൾ മരുന്ന് നൽകുന്നത്. സെക്കൻഡ് വൺ ഈസ് ഇറിറ്റേഷൻ. മരുന്ന് നൽകുന്ന സമയത്ത് ഇറിറ്റേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. തേർഡ് വൺ, ഇൻഫ്ലമേഷൻ. ചെറിയ തടിപ്പ്, ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സ്ഥലത്ത് ചെറിയ തടിപ്പ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നാലാമത്തത്, മാക്സിമം ഡോസ് കൊടുക്കാൻ പറ്റുന്നത് 2 ml ആണ്. സബ്ക്യൂട്ടേനിയസ് ഡെലിവറി വഴി നമുക്ക് നൽകാൻ കഴിയുന്ന മാക്സിമം ഡോസ് എന്ന് പറയുന്നത് 2 ml ആണ്. അടുത്തത് ഇൻട്രാമസ്കുലർ ഡെലിവറി. ഇവിടെ നമ്മൾ മരുന്നുകൾ ഡയറക്റ്റ് ആയിട്ട് പേശികളിലോട്ടാണ് നൽകുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ, വി ക്യാൻ ഗീവ് ലാർജർ വോളിയം ഓഫ് മെഡിസിൻ ദാൻ സബ്ക്യൂട്ടേനിയസ് ഡെലിവറി. സബ്ക്യൂട്ടേനിയസ് ഡെലിവറിയിൽ കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ അളവിൽ മരുന്ന് നമുക്ക് ഇൻട്രാമസ്കുലർ ഡെലിവറി വഴി കൊടുക്കാനായിട്ട് സാധിക്കും. അടുത്തത്, നമ്മൾ ഇൻട്രാവീനസ് ഡെലിവറി മെത്തേഡിലും സബ്ക്യൂട്ടേനിയസ് ഡെലിവറി മെത്തേഡിലും പറഞ്ഞത് കണക്ക് ഇവിടെ നമുക്ക് ഇൻട്രാമസ്കുലർ ഡെലിവറിയിൽ നമുക്ക് ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തിന് ബൈപ്പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ സബ്ക്യൂട്ടേനിയസ് ഡെലിവറിയിൽ പറഞ്ഞ കണക്ക് ഇത് ഒരു ഇൻവേസീവ് പ്രൊസീജിയറാണ്. സെക്കൻഡ് വൺ, ഇറിറ്റേഷൻ ഉണ്ടാക്കും. മരുന്ന് നൽകുന്ന സമയത്ത് ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തേർഡ് വൺ, മരുന്ന് നൽകുമ്പോഴത്തേക്ക് ഇൻഫ്ലമേഷൻ, ചെറിയ തടിപ്പ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേ കണക്ക് തന്നെ ദ പേഴ്സൺ ഹൂ ഗീവ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർ ഡെലിവറി കൊടുക്കുന്ന ആളിന് കൂടുതൽ ട്രെയിനിങ്
ആവശ്യമായിട്ട് വരും. ഒറ്റയടിക്ക് പോയി ചുമ്മാ നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. കുറച്ച് സ്കിൽ ഉണ്ടായാൽ മാത്രമേ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർ ഡെലിവറി കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. Up to now, we have discussed about conventional drug delivery system. Now we can see what is novel drug delivery system. There are various types of novel drug delivery systems that have been developed. അടുത്ത നാളുകളായി ഫാർമസ്യൂട്ടിക്കൽ ടെക്നോളജിയിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായി. ഇതിന്റെ ഭാഗമായി ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുകയും മരുന്നുകൾ നൽകാൻ പുതിയ പല ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് സിസ്റ്റംസും ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഈ പുതിയ മാർഗങ്ങൾക്കാണ് നോവൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത്. നോവൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പുതിയത് എന്നാണ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്യുറേറ്റ് ഡോസ് കൊടുക്കാനായിട്ട് പറ്റും. എൻഹാൻസ്ഡ് എഫിക്കസി ആൻഡ് സേഫ്റ്റി, മരുന്നിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ടും അത് കൂടുതൽ സേഫായിട്ടും കൊടുക്കാനായിട്ട് പറ്റും. ടാർഗറ്റ് സ്പെസിഫിക് ഡെലിവറി സാധ്യമാണ്. അതായത് ചില പർട്ടിക്കുലർ ടിഷ്യൂസിലോട്ടോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഓർഗനിലോട്ടോ ഒക്കെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് മരുന്ന് കൊടുക്കാം. ടൈം കൺട്രോൾഡ് റിലീസ്, സമയം നമുക്ക് കൺട്രോൾ ചെയ്ത് മരുന്ന് റിലീസ് ചെയ്യാനായിട്ട് പറ്റും. മൾട്ടിപ്പിൾ ഡോസിങ് പോസിബിൾ ആണ്. മിനിമൽ സൈഡ് എഫക്ട്സ് കുറയ്ക്കാനായിട്ട്, മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് കുറയ്ക്കാനായിട്ടും സാധിക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് മാർഗങ്ങൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളാണ്: 1 എയറസോൾസ്, 2 ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം, 3 കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. നോവൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലെ ഒരു മെത്തേഡാണ് എയറസോൾസ്. ആൻഡ് എയറസോൾ, ഇത് എയറോ സൊല്യൂഷന്റെ അബ്രിവേഷൻ, ചുരുക്കെഴുത്താണ് എയറസോൾ എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ സസ്പെൻഷൻ ഓഫ് ഫൈൻ സോളിഡ് പാർട്ടിക്കിൾസ് ഓർ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഇൻ എയർ ഓർ അനദർ ഗ്യാസ്. വായുവിലോ അല്ലെങ്കിൽ ഓക്സിജൻ പോലുള്ള മറ്റ് വാതകങ്ങളിലോ വളരെ ചെറിയ സോളിഡ് പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ ഖരകണികകളുടെയോ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ദ്രാവക തുള്ളികളുടെയോ സസ്പെൻഷനാണ് എയറസോൾസ് എന്ന് പറയുന്നത്. There are 3 commonly used clinical aerosols. 1 nebulizers, 2nd on immediate dose inhaler, 3rd on dry powder inhaler. നോവൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലെ മറ്റൊരു മെത്തേഡാണ് ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ഇത് നമ്മൾ നേരത്തെ പല സ്ഥലങ്ങളിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം can deliver the drugs through the skin portal to systemic circulation at a predetermined rate and maintain clinically the effective concentrations over a prolonged period of time. ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലൂടെ സ്കിൻ വഴി അല്ലെങ്കിൽ ചർമ്മത്തിലൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും മരുന്നുകൾ എത്തിക്കാൻ സാധിക്കും. ഈ മാർഗം വഴി ദീർഘനേരം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നേരത്തെ നിശ്ചയിച്ച തോതിൽ മരുന്നിന്റെ ലഭ്യത ശരീരത്തിൽ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഓൺ കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ടൈം റിലീസ് ടെക്നോളജി, ഇത് മറ്റ് പല പേരുകളിലും ഇത് അറിയപ്പെടും. സസ്റ്റെയിൻഡ് റിലീസ്, സസ്റ്റെയിൻഡ് ആക്ഷൻ, എക്സ്റ്റെൻഡഡ് റിലീസ്, ടൈംഡ് റിലീസ്, കൺട്രോൾഡ് റിലീസ്, മോഡിഫൈഡ് റിലീസ്, കണ്ടിന്യൂസ് റിലീസ്, ഇങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടും. This is a mechanism used in tablets or capsules to deliver a drug over time with a control over the amount with respect to time. ഇത് സമയക്രമത്തിനനുസരിച്ച് ആവശ്യത്തിനുള്ള മരുന്ന് നൽകാൻ ടാബ്ലറ്റുകളിലും ക്യാപ്സ്യൂളുകളിലും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. The drugs are released slower and steadier into the bloodstream. ഇവിടെ മരുന്നുകൾ പതുക്കെ രക്തത്തിലോട്ട് റിലീസ് ചെയ്യുന്നു. Advantage is that the drugs can be taken at less frequent intervals than conventional dosage formulation of the same drug. ഒരു മരുന്ന് കൺവെൻഷണൽ മെത്തേഡിൽ കഴിക്കുന്നതിനെക്കാട്ടിയും കുറഞ്ഞ ഇടവേളകൾ കഴിച്ചാൽ മതി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രയോജനം. ക്ലാസിഫിക്കേഷൻ ഓഫ് കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ഇവിടെ ബേസ് ഓഫ് മെക്കാനിസം ഓഫ് റിലീസ്, മരുന്ന് എങ്ങനെയാണ് ബ്ലഡ് സർക്കുലേഷനിലോട്ട് റിലീസ് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഫസ്റ്റ് ഓൺ ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ ടൈപ്പിൽ വാട്ടർ ഇൻസുലബിൾ മെംബ്രെയിൻ കൊണ്ട് ഡ്രഗ് എൻക്ലോസ് ചെയ്തിരിക്കും. ഇവിടെ ഡ്രഗ് മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷൻ ഉള്ള ഭാഗത്ത് നിന്ന് ലോവർ കോൺസെൻട്രേഷനുള്ള ഭാഗത്തേക്ക് ഈ മെംബ്രെയിൻ വഴി കടന്നു വരുന്നു. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, മാട്രിക്സ് ടൈപ്പും റിസർവോയർ ടൈപ്പും. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഡിസൊല്യൂഷൻ ടൈപ്പാണ്. ഇതിൽ
മരുന്നുകൾ ഒരു ആൽക്കലൈൻ മീഡിയത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു കോട്ടിംഗ് കൊടുത്തിരിക്കും. ആ ആൽക്കലൈൻ മീഡിയത്തിൽ എത്തുമ്പോഴത്തേക്ക് ആ കോട്ടിംഗ് അങ്ങ് അലിഞ്ഞ് മരുന്ന് ബ്ലഡ് സ്ട്രീമിലോട്ട് പോകും. ഇതും രണ്ട് തരത്തിലുണ്ട്, മാട്രിക്സ് ടൈപ്പും എൻകാപ്സുലേഷൻ ടൈപ്പും. മൂന്നാമത്തതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഡിസൊല്യൂഷൻ ആൻഡ് ഡിഫ്യൂഷൻ ടൈപ്പ്. നാലാമത്തത് ഓസ്മോട്ടിക് പ്രഷർ കൺട്രോൾ സിസ്റ്റമാണ്. ഇവിടെ ടാബ്ലറ്റിൻ്റെ ചുറ്റും ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിരിക്കും. ഇതിലൂടെ ടാബ്ലറ്റിന് ഉള്ളിലേക്ക് വെള്ളം കയറുകയും ഡ്രഗ് സൊല്യൂഷൻ ടാബ്ലറ്റ് കോട്ടിങ്ങിലുള്ള ഒരു ചെറിയ ഡെലിവറി അപ്പേർച്ചർ വഴി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് മെഡിക്കേഷൻ ഓർഡർ. ഇതിന് നമ്മൾ ഡോക്ടേഴ്സ് ഓർഡർ, മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറയും. ദിസ് ഇസ് ഫിസിഷ്യൻസ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് പ്ലാൻ ഓഫ് കെയർ ഫോർ ആൻ ഇൻഡിവിജ്വൽ പേഷ്യന്റ്. ഒരു രോഗിയുടെ പരിചരണത്തിനായി ഡോക്ടർ നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഈ മെഡിക്കേഷൻ ഓർഡറിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇതിന് പല കമ്പോണൻസ് ഉണ്ട്, പല ഘടകങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, ഫുൾ നെയിം ഓഫ് ദ പേഷ്യന്റ്. രോഗിയുടെ മുഴുവനായിട്ടുള്ള പേര് അത് ഈ മെഡിക്കേഷൻ ഓർഡറിനകത്ത് എഴുതിയിരിക്കണം. നെക്സ്റ്റ്, ഐഡന്റിഫിക്കേഷൻ ഓർ മെഡിക്കൽ നമ്പർ. രോഗിയുടെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, ഇതെല്ലാം രോഗിയെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ആശുപത്രിയിൽ നിന്ന് രോഗിക്ക് കിട്ടുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ നമ്പർ കാണും. അതും ഈ മെഡിക്കേഷൻ ഓർഡറിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ദെൻ മെഡിക്കേഷൻസ് നെയിം, മരുന്നിന്റെ പേര് എഴുതിയിരിക്കണം. ദെൻ എമൗണ്ട് ആൻഡ് ഡോസേജ്, എത്ര അളവിലാണ് അത് കൊടുക്കുന്നത്, എത്ര ഇന്റർവെൽ, എപ്പോഴൊക്കെയാണ് അത് കൊടുക്കേണ്ടത്, ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ദെൻ റൂട്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഏത് മാർഗത്തിലൂടെയാണ് കൊടുക്കുന്നത്, അത് ഇഞ്ചക്ഷൻ ആയിട്ടാണോ കൊടുക്കുന്നത്, ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ടാണോ കൊടുക്കുന്നത്, അതേ ഓറൽ അഡ്മിനിസ്ട്രേഷൻ ആണോ, അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. നെക്സ്റ്റ്, സിഗ്നേച്ചർ ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ, ഡോക്ടറിന്റെ പൂർണ്ണമായിട്ടുള്ള ഒപ്പ് അതിനകത്ത് ഉണ്ടായിരിക്കണം. ദെൻ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് റൈറ്റിംഗ് ദ പ്രിസ്ക്രിപ്ഷൻ, ഈ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന തീയതിയും സമയവും അതിനകത്ത് കാണിച്ചിരിക്കണം. ഇത്രയാണ് ഒരു മെഡിക്കേഷൻ ഓർഡറിന്റെ കമ്പോണൻസ്. ഇത് പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് കമ്പോണൻസ് ഓഫ് മെഡിക്കേഷൻ ഓർഡർ? നൗ വി ക്യാൻ സീ ടൈപ്സ് ഓഫ് ഓർഡേഴ്സ്. വിവിധ തരം മെഡിക്കേഷൻ ഓർഡറുകൾ. ഫസ്റ്റ് വൺ, സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ്. Standing orders are carried out for a specified number of days or until another order cancels it. കുറച്ച് നിർദ്ദിഷ്ട ദിവസത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഓർഡർ ഇത് റദ്ദാക്കുന്നത് വരെയോ നിലനിൽക്കുന്നതാണ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇഞ്ചക്ഷൻ ഡെമറോൾ 500 mg IM Q4th hourly into 5 days. ഇവിടെ 5 ദിവസത്തേക്കുള്ള ഒരു സ്റ്റാൻഡിംഗ് ഓർഡറാണ്. ഇഞ്ചക്ഷൻ ഡെമറോൾ 500 mg IM 4 മണിക്കൂർ ഇടവിട്ട് 5 ദിവസത്തേക്ക് കൊടുക്കണം. ഇനി ഒരു മൂന്നാമത്തെ ദിവസം മറ്റൊരു ഓർഡർ വന്ന് ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റാൻഡിംഗ് ഓർഡർ റദ്ദാവും. നെക്സ്റ്റ്, PRN ഓർഡേഴ്സ്. ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഡ് വെൻ നീഡഡ്, ആവശ്യത്തിനനുസരിച്ച് മരുന്ന് കൊടുക്കുക. ഇപ്പൊ ടാബ് പാരസെറ്റമോൾ 500 mg PRN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി ഉള്ളതിനനുസരിച്ച് പാരസെറ്റമോൾ കൊടുക്കണം. ദെൻ സിംഗിൾ ഓർഡർ ഓർ വൺ ടൈം ഓർഡർ. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഡ് ഓൺലി വൺസ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പ്രാവശ്യത്തേക്ക് ക്യാരി ഔട്ട് ചെയ്യേണ്ട ഓർഡേഴ്സ് ആണ് സിംഗിൾ ഓർഡർ അല്ലെങ്കിൽ വൺ ടൈം ഓർഡർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പ്രീ ഓപ്പറേറ്റീവ് മെഡിക്കേഷൻസ്, സർജറിക്ക് തൊട്ട് മുമ്പ് കൊടുക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ പ്രീ ഓപ്പറേറ്റീവ് മെഡിക്കേഷൻസ് എന്ന് പറയുന്നത്. അത് ഒരു നേരത്തേക്കാണ് ആ മരുന്ന്, ആ ഓർഡറുകൾ എഴുതുന്നത്. ആ സമയത്തേക്ക് മാത്രം അത് കൊടുത്താൽ മതി. നെക്സ്റ്റ്, സ്റ്റാറ്റ് ഓർഡേഴ്സ്. മെഡിക്കേഷൻസ് അഡ്മിനിസ്ട്രേഡ് ഇമീഡിയറ്റ്ലി ആൻഡ് ഓൺലി വൺസ്. അതായത് ഒരു സ്റ്റാറ്റ് ഓർഡർ എഴുതി കഴിഞ്ഞാൽ അത് ഉടനടി ക്യാരി ഔട്ട് ചെയ്യേണ്ടതാണ്, ഒരു പ്രാവശ്യത്തേക്ക് മാത്രം കൊടുക്കേണ്ടതാണ്. ഒരു ഉദാഹരണത്തിന് ഒരു രോഗി കടുത്ത ശ്വാസമുട്ടലുമായിട്ട് വരുന്നു. ഇപ്പൊ ഡോക്ടർ ഇഞ്ചക്ഷൻ ഡെറിഫിലിൻ 200 mg IV സ്റ്റാറ്റ് എഴുതി കഴിഞ്ഞാൽ അത് ഉടനടി ആ മരുന്ന് കൊടുത്തിരിക്കണം. അത് ഒരു നേരത്തേക്കുള്ള ഓർഡറുമാണ്. അടുത്തത് ടെലിഫോൺ, വെർബൽ ആൻഡ് ഫാക്സ് ഓർഡേഴ്സ്. ഇപ്പം നമുക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ടെലിഫോണിലൂടെയോ അല്ലെങ്കിൽ ഡോക്ടർ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെർബൽ ഓർഡേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രോണിക് മീഡിയ വഴിയോ ഓർഡറുകൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഓർഡറുകൾ അനുസരിച്ചിട്ടുള്ള മരുന്നുകൾ കൊടുക്കുകയും ഫിസിഷ്യൻസ് ഓർഡർ ഷീറ്റിൽ TO, അതായത് ടെലിഫോണിക് ഓർഡർ എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തുകയും വേണം. എപ്പോഴാണോ ഡോക്ടർ അവൈലബിൾ ആയിട്ടുള്ളത് ആ സമയത്ത് തന്നെ അത് ഡോക്ടറിന്റെ കൗണ്ടർ സൈൻ ചെയ്ത് വാങ്ങിക്കേണ്ടതുമാണ്. Now we are going to study effects of the drug on the body. അതായത് ഒരു മരുന്ന് നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്നു കഴിഞ്ഞാൽ അത് എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാക്കുന്നത്,
അല്ലെങ്കിൽ എന്ത് ഫലമാണ് ആ മരുന്ന് കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓൺ therapeutic effects. This is the primary effect what we are expecting from a drug. It is the expected physiological response a medication causes. മരുന്നിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രവർത്തനമാണ് തെറാപ്യൂട്ടിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാരസെറ്റമോൾ. ദിസ് ഇസ് ടു റെഡ്യൂസ് ഫീവർ. പനി കുറയ്ക്കാനായിട്ടാണ് നമ്മൾ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ശരീരത്തിന്റെ ഉയർന്നു നിൽക്കുന്ന ഊഷ്മാവ് കുറച്ച് നോർമലിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാരസെറ്റമോൾ സാധാരണ രീതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ പാരസെറ്റമോളിന്റെ തെറാപ്യൂട്ടിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടു റെഡ്യൂസ് ഫീവർ. അതായത് ഓരോ മരുന്നിനും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ തെറാപ്യൂട്ടിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഡോക്ടർ ഈ മരുന്ന് നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സൈഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ. ദീസ് ആർ അൺഇൻറ്റൻഡഡ് സെക്കൻഡറി ഇഫക്റ്റ് എ മെഡിക്കേഷൻ വിൽ കോസ്. നമ്മൾ നേരത്തെ തെറാപ്യൂട്ടിക് ഇഫക്ട്സ് കണ്ടു. ഒരു മരുന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണോ വേണ്ട എഫക്റ്റ് അതാണ് തെറാപ്യൂട്ടിക് ഇഫക്റ്റ്. ഇത് കൂടാതെ മറ്റു ചില അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ കൂടെ ഈ മരുന്നുകൾ ശരീരത്തിൽ ഉണ്ടാക്കും. അതിലൊന്നാണ് സൈഡ് ഇഫക്ട്സ്. സൈഡ് ഇഫക്ട്സ് മേ ബി ഹാംലെസ്. പലപ്പോഴും അത് നിരുപദ്രവകാരിയായിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് അത് ശരീരത്തിന് ദോഷമൊന്നും വലുതായിട്ട് ഉണ്ടാക്കത്തില്ല. അത് ചിലപ്പോൾ മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നാവിൽ ഒരു ടേസ്റ്റ് വ്യത്യാസമോ അല്ലെങ്കിൽ മരുന്ന് പാസ് ചെയ്ത് പോകുന്ന ഭാഗത്തൊരു ചൂട് കണക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ശരീരത്തിന് വലിയ ദോഷം ഉണ്ടാക്കാത്ത രീതിയിലുള്ളതായിരിക്കും. ഇഫ് ദ സൈഡ് ഇഫക്ട്സ് ആർ സിവിയർ, വളരെ അസഹനീയമാണെങ്കിൽ മരുന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് നമ്മൾ തിയോഫിലിൻ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തലവേദനയും തലചുറ്റിലും ഉണ്ടാക്കും. അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് ആ മരുന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വേറെ മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അടുത്തത് ടോക്സിക് ഇഫക്ട്സ്. ദ ഹാം റിസൾട്ടിംഗ് ഫ്രം ദ അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് ഡ്രഗ്സ്. മരുന്നുകൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഹാനികരമായിട്ടുള്ള മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന ദോഷങ്ങളാണ് ടോക്സിക് ഇഫക്ട്സ്. Toxic effects may develop after prolonged intake of high doses of medication or when a medication accumulates in the blood because of impaired metabolism or excretion. ഉയർന്ന ഡോസിലുള്ള മരുന്നുകൾ ദീർഘകാലം കഴിക്കുകയോ അല്ലെങ്കിൽ ശരീരത്തിലെ കിഡ്നി, ലിവർ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ നടക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴത്തേക്ക് ഈ മരുന്നുകൾ ശരീരത്തിൽ തന്നെ അടിഞ്ഞുകൂടുകയും ഇത് പുറത്തേക്ക് പോകാതിരിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഇതുപോലുള്ള ടോക്സിക് ഇഫക്ട്സ് അല്ലെങ്കിൽ മരുന്ന് വിഷപദാർത്ഥങ്ങളെ പോലെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നത്. ഉദാഹരണത്തിന് മോർഫിൻ സാധാരണ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അത് വേദന ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ വളരെ ഹൈ ഡോസിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ, ഉയർന്ന ഡോസിൽ നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ ഇത് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പ്രവർത്തനം തന്നെ ബാധിക്കുകയും അവസാനം മരണത്തിന് വരെ കാരണമായേക്കാവുന്ന അവസ്ഥയിലെത്തുകയും ചെയ്യും. ഇഡിയോസിൻക്രാറ്റിക് റിയാക്ഷൻസ്. മെഡിക്കേഷൻ മേ കോസ് അൺപ്രഡിക്റ്റബിൾ ഇഫക്ട്സ്. ചില മരുന്നുകൾ പ്രവചനാതീതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കും. ക്ലയന്റ് എയ്തർ ഓവർ ആക്ട്സ് ഓർ അണ്ടർ റിയാക്ട്സ് ടു എ മെഡിക്കേഷൻ ഓർ ഹാസ് എ റിയാക്ഷൻ വിച്ച് ഈസ് നോട്ട് നോർമൽ. ഇവിടെ രോഗി മരുന്നുകളോട് അമിതമായിട്ട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ പ്രതികരിക്കുകയോ ചെയ്യുന്നു. ഒരു ഉദാഹരണത്തിന്, ഒരു രോഗിക്ക് നമ്മൾ പനിക്ക് വേണ്ടിയിട്ട് പാരസെറ്റമോൾ കൊടുക്കുന്നു. പാരസെറ്റമോൾ കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ കുറഞ്ഞ് സബ്നോർമൽ ലെവലിലോട്ട് വരുന്നു. ഇത് രോഗി അമിതമായിട്ട് പ്രതികരിക്കുകയാണ്. ഇനി രോഗിയുടെ ടെമ്പറേച്ചർ വളരെ പതുക്കെയാണ് കുറഞ്ഞു വരുന്നത്, ഇല്ലെങ്കിൽ കുറയുന്നേ ഇല്ലെങ്കിൽ ഇവിടെ രോഗി മരുന്നിനോട് പ്രതികരിക്കുന്നത് കുറഞ്ഞ അളവിലാണ്. ഇങ്ങനെ അസാധാരണമായിട്ടുള്ള രീതിയിൽ മരുന്നുകളോടുള്ള രോഗിയുടെ പ്രതികരണത്തിനെയാണ് നമ്മൾ ഇഡിയോസിൻക്രാറ്റിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് വൺ, allergic reactions. This is an abnormal reaction of the immune system to a medication. ഇത് ഒരു മരുന്നിനോടുള്ള നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെ അസാധാരണമായിട്ടുള്ള പ്രതിപ്രവർത്തനമാണ്. The drug acts as an antigen and stimulates antibody release. ഇവിടെ മരുന്ന് ഒരു ആന്റിജനായിട്ട് ആക്ട് ചെയ്യുകയും നമ്മുടെ ശരീരം അതിനെതിരെയായിട്ടുള്ള ആന്റിബോഡിയെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ള റിയാക്ഷനാണ് അനഫിലാക്റ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അനഫിലാക്റ്റിക് റിയാക്ഷൻസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ സഡൻ കൺസ്ട്രിക്ഷൻ ഓഫ് ദ ബ്രോങ്കിയോളാർ മസിൽസ്, എഡിമ ഓഫ് ദ ഫാരിങ്സ് ആൻഡ് ലാരിങ്സ്, സിവിയർ വീസിംഗ് ആൻഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. അനഫിലാക്റ്റിക് റിയാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രോങ്കിയോൾ മസിൽസ് ചുരുങ്ങുന്നു.
അതോടൊപ്പം ഫാരിങ്സ്, ലാരിങ്സ് എന്നീ ഭാഗങ്ങളിൽ നീര്, എഡിമ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് ആ ഭാഗം ചുരുങ്ങുകയും അതിലൂടെ എയർ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒരു വീസിങ് സൗണ്ട് ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് സിവിയർ ആയിട്ടുള്ള ശ്വാസം മുട്ടലിന് കാരണമാവുകയും ചിലപ്പോൾ മരണത്തിലേക്ക് തന്നെ നയിക്കാനും കാരണമാകുന്നു. അതുകൊണ്ട് ചില മരുന്നുകൾ കൊടുക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ചും ആന്റിബയോട്ടിക്സ് പോലുള്ള മരുന്നുകൾ കൊടുക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ഡോസ് എടുത്തിട്ട് മാത്രമേ കൊടുക്കാവൂ. ഇല്ലെങ്കിൽ ഇതുപോലുള്ള സിവിയർ ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അലർജിക് റിയാക്ഷൻസ് ചില സമയത്ത് വളരെ മൈൽഡ് ആയിരിക്കും. ഉദാഹരണത്തിന് ആർട്ടിക്കേറിയ, റാഷ്, പ്ലൂറൈറ്റിസ്, റൈനൈറ്റിസ് ഇങ്ങനെയുള്ള മൈൽഡ് ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവും. അതായത് ശരീരത്ത് പൊങ്ങി വരിക, അല്ലെങ്കിൽ കുമിളകൾ ഉണ്ടാവുക, ചൊറിച്ചിലുണ്ടാവുക, മൂക്കിലൂടെ വെള്ളം വരിക, ഇങ്ങനെയുള്ള മൈൽഡ് അലർജിക് റിയാക്ഷൻസും ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് ഇഫക്റ്റ് ഈസ് ഡ്രഗ് ടോളറൻസ്. ഡ്രഗ് ടോളറൻസ് ഈസ് എ പേഴ്സൺസ് ഡിമിനിഷ്ഡ് റെസ്പോൺസ് ടു എ ഡ്രഗ്. നമ്മളൊരു മരുന്ന് ദീർഘകാലം കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഈ മരുന്നിനോടുള്ള പ്രതികരണം കുറഞ്ഞു വരും. അതിനെയാണ് നമ്മൾ ഡ്രഗ് ടോളറൻസ് എന്ന് പറയുന്നത്. An increase in dosage may be needed to cause a therapeutic effect. നമുക്ക് ആവശ്യമായിട്ടുള്ള തെറാപ്യൂട്ടിക് ഇഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡ്രഗിന്റെ ഡോസേജ് കൂട്ടേണ്ടി വരും. ഒരു ഉദാഹരണത്തിന്, ഒരു വ്യക്തി പെയിൻ മെഡിക്കേഷൻസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വേദന സംഹാരികൾ. ഏറ്റവും നല്ല ഉദാഹരണം മോർഫിനാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഈ വ്യക്തിക്ക് ഈ മരുന്നിനോടുള്ള പ്രതികരണ ശേഷി കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള തെറാപ്യൂട്ടിക് ഇഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, വേദന നല്ല രീതിയിൽ കുറയണമെന്നുണ്ടെങ്കിൽ മരുന്നിന്റെ അളവ് കൂട്ടേണ്ടി വരും. നെക്സ്റ്റ് ഇഫക്റ്റ് ഈസ് ഡ്രഗ് ഇന്ററാക്ഷൻസ്. ഹിയർ when two drugs are given simultaneously, they can have synergistic or additive effect. ഇവിടെ നമ്മൾ രണ്ട് മരുന്നുകൾ ഒരുമിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് പരസ്പരം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കും. അതായത് അതിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തെറാപ്യൂട്ടിക് ഇഫക്റ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ഡയോറിറ്റിക്സ് ആൻഡ് വാസോഡയലറ്റേഴ്സ്. ഇത് രണ്ടും നമ്മൾ ഹൈപ്പർ ടെൻഷന്, ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ കൊടുക്കുന്ന മരുന്നുകളാണ്. ഇത് ഒരുമിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് മരുന്നുകളും ചേർന്ന് പ്രവർത്തിച്ച് വളരെ പെട്ടെന്ന് തന്നെ ബ്ലഡ് പ്രഷർ ലെവൽ നോർമൽ ലെവലിൽ എത്തിക്കാനായിട്ട് സഹായിക്കുന്നു. ഇതുപോലുള്ള ഡ്രഗ് ഇന്ററാക്ഷൻസ് ഒന്നിൽ കൂടുതൽ മരുന്നുകൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ സാധാരണ സംഭവിക്കുന്നതാണ്. ഡ്രഗ് ആന്റഗോണിസം. An interaction between two or more drugs that have opposite effect on the body. നമ്മൾ നേരത്തെ ഡ്രഗ് ഇന്ററാക്ഷനിൽ പറഞ്ഞ രണ്ട് മരുന്നുകൾ ഒരുമിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ഫലപ്രാപ്തി കൂട്ടുവരും. പക്ഷെ ഇവിടെ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മരുന്നുകൾ ഒരുമിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് പരസ്പരം പ്രവർത്തിച്ച് വിപരീത ഫലം ഉണ്ടാക്കും. ഉദാഹരണത്തിന്, നമ്മൾ വേദന കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ മറ്റു മരുന്നുകളും കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ മരുന്നുകളുമായിട്ട് ചേർന്നിട്ട് വേദന കുറയ്ക്കുന്നതിന് പകരം വേദന കൂട്ടും. ഇതാണ് ഡ്രഗ് ആന്റഗോണിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതേ കണക്ക് വിപരീത രീതിയിൽ പ്രവർത്തിക്കുന്ന മരുന്നുകൾ ഒരുമിച്ച് ഒരിക്കലും കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. ഡോസേജ്. The dose is the amount of drug administered at one time. ഒരു സമയത്ത് നൽകുന്ന മരുന്നിന്റെ അളവിനെയാണ് നമ്മൾ ഡോസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ടാബ് പാരസെറ്റമോൾ 500 mg PO TDS. അതിൽ 500 mg എന്ന് പറയുന്നതാണ് ഇവിടെ പാരസെറ്റമോളിന്റെ ഡോസ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡോസേജ്. മരുന്നുകളുടെ ഡോസിനെ ബാധിക്കുന്ന ഘടകങ്ങൾ. ഫസ്റ്റ് ഓൺ ഏജ്. നമുക്കറിയാം, ചെറിയ കുട്ടികൾക്ക്, അതായത് പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണെങ്കിലും 1 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിലും ഓൾഡ് ഏജ് ആൾക്കാർക്ക്, പ്രായമുള്ള ആൾക്കാർക്ക്, അവർക്കും സാധാരണ അഡൾട്ട്സിന് കൊടുക്കുന്നതിനെക്കാട്ടിയും കുറഞ്ഞ അളവിലുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. ഓൾഡ് ഏജ് പോപ്പുലേഷൻ ആകുമ്പോഴത്തേക്ക് അവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പൊ കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ്, അതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനും കൂടെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ദെൻ സെക്സ്. മെയിൽസിന് ഫീമെയിൽസിനെക്കാട്ടി കൂടുതൽ ഡോസ് ആവശ്യമായിട്ട് വരും. അതായത് പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാട്ടിയും കൂടുതൽ മരുന്നിന്റെ ഡോസ് ആവശ്യമുള്ളത്. നെക്സ്റ്റ്, വെയിറ്റ് ആൻഡ് ബോഡി സർഫസ് ഏരിയ. വെയിറ്റ് കൂടുന്തോറും മരുന്നിന്റെ ഡോസ് കൂട്ടേണ്ടതായിട്ട് വരും. കുറഞ്ഞ വെയിറ്റ് ഉള്ളവർക്ക് കുറഞ്ഞ അളവിലുള്ള മരുന്നുകൾ. കീമോതെറാപ്യൂട്ടിക് ഏജൻസ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ബോഡി സർഫസ് ഏരിയയും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കൂടുതൽ ബോഡി സർഫസ് ഏരിയ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ഡോസ് ആവശ്യമായിട്ട് വരും.
നെക്സ്റ്റ് ഫിസിക്കൽ കണ്ടീഷൻ. ശാരീരികമായിട്ട് വളരെയധികം അവശതകളുള്ളവർക്ക് കൂടുതൽ ഡോസ് മരുന്ന് നമ്മൾ കൊടുക്കേണ്ടി വരും. അതായത് ഫിസിക്കലി ഡിസ്ട്രസിങ് സിംറ്റംസ് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ഡോസ് മരുന്ന് ആവശ്യമായിട്ട് വരും. ദെൻ ക്യുമുലേറ്റീവ് ആക്ഷൻ ഓഫ് ദ ഡ്രഗ്. മരുന്നുകൾ എത്ര സമയം കൊണ്ട് ശരീരത്തിൽ നിന്നും പുറത്തു പോകും? അത് ചില മരുന്നുകൾ വളരെ പെട്ടെന്ന് തന്നെ, അതായത് ആന്റിബയോട്ടിക്സ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് കൂടുതൽ ഡോസ് കുറഞ്ഞ സമയക്രമത്തിൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ചില മരുന്നുകൾ ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാനായിട്ട് കൂടുതൽ സമയമെടുക്കും. അത് നമുക്ക് കൂടുതൽ ദൈർഘ്യമുള്ള സമയക്രമത്തിൽ മാത്രമേ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് ചിലപ്പോൾ ഒരു ദിവസം ഒരു നേരം മാത്രമായിരിക്കും അത് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ടോളറൻസ്. ചിലർക്ക് കൂടുതൽ അളവിൽ മരുന്നുകൾ കഴിച്ചാലും അത് ടോക്സിക് എഫക്ട്സ് ഉണ്ടാക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് സിംറ്റംസ് കുറയാനായിട്ട് നമ്മൾ കൂടുതൽ ഡോസിൽ മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് വൺ, ഹാബിച്വേഷൻ. ചില മരുന്നുകൾ ദീർഘകാലം കഴിക്കുമ്പോൾ അതൊരു ശീലമായിട്ട് മാറും. അത് നമുക്ക് പെട്ടെന്ന് നിർത്തുവാനായിട്ട് സാധിക്കില്ല. നിർത്തിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫിസിക്കൽ സിംറ്റംസ്, തലവേദന, ഉറക്കമില്ലായ്മ, ഇതുപോലുള്ള ഫിസിക്കൽ സിംറ്റംസ് കാണിക്കും. ഇത് സമയമെടുത്ത് ഡോസ് കുറച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നിർത്തുവാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വൺ, അഡിക്ഷൻ. ഈ ഹാബിച്വേഷന്റെ ഒരു എക്സ്ട്രീം ഫോമാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർ, നർക്കോട്ടിക്സ് മരുന്നുകൾ ഉപയോഗിക്കുന്നവരിലൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മരുന്നുകൾ നമുക്ക് പെട്ടെന്ന് നിർത്താനായിട്ട് പറ്റത്തില്ല. ഇത് നിർത്തിക്കഴിഞ്ഞാൽ സൈക്കിക് റിയാക്ഷൻസ് ഉണ്ടാക്കും. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമുക്കിത് നിർത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡോസ് കാലക്രമേണ കുറച്ച് കൊണ്ടുവന്ന് മാത്രമേ നിർത്താനായിട്ട് പറ്റത്തുള്ളൂ. ഇഡിയോസിൻക്രസി. ഇഡിയോസിൻക്രാറ്റിക് റിയാക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. ചില മരുന്നുകളോട് പ്രവചനാതീതമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കും. അപ്പോൾ അമിതമായിട്ടുള്ള പ്രതികരണമാണെങ്കിൽ നമുക്ക് ഡോസ് കുറയ്ക്കേണ്ടി വരും. ഇനി കുറഞ്ഞ അളവിലുള്ള പ്രതികരണമാണെങ്കിൽ നമുക്ക് ഡോസ് കൂട്ടേണ്ടതായിട്ട് വരും. ദെൻ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്വിക്ക് ആൻഡ് ഇമീഡിയറ്റ് ആക്ഷനാണ്. അപ്പോൾ നമുക്ക് കുറഞ്ഞ ഡോസ് കൊടുത്താൽ മതി. അതേസമയം നമ്മൾ പെർ രക്തത്തിലൂടെ മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ അബ്സോർപ്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ സാധാരണയിൽ നമുക്ക് ഡോസ് കൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ റൂട്ട് അനുസരിച്ച്, അതായത് മരുന്ന് കൊടുക്കുന്ന മാർഗങ്ങൾ അനുസരിച്ചും ഡോസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. സിസ്റ്റംസ് ഓഫ് ഡ്രഗ് മെഷർമെന്റ്. The correct administration of medication depends on the caregiver's ability to compute drug dosages accurately and measure medications correctly. അതായത് ആരാണോ രോഗിയെ പരിചരിക്കുന്നത് ആ വ്യക്തി വളരെ കൃത്യമായിട്ട് ഡോസുകൾ കാൽക്കുലേറ്റ് ചെയ്യുകയും എത്രയാണോ മരുന്ന് അത് കൃത്യമായിട്ട് അളന്ന് രോഗിക്ക് നൽകുകയും വേണം. ഇതിലുണ്ടാവുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും വളരെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് മരുന്നിന്റെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അത് അളന്നെടുക്കുന്നതും. There are mainly 3 systems of measurement. First one, metric system. നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണിത്. ഇതാണ് മോസ്റ്റ് ലോജിക്കലി ഓർഗനൈസ്ഡ് മെഷർമെന്റ് സിസ്റ്റം. ഇപ്പം ഇന്റർനാഷണൽ ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെട്രിക് സിസ്റ്റമാണ്. ഇവിടെ ലെങ്തിന് മീറ്റർ, വോളിയത്തിന് ലിറ്റർ, വെയിറ്റിന് ഗ്രാം ഒക്കെയാണ് ബേസിക് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അപ്പോത്തിക്കറി സിസ്റ്റം. ഇത് വളരെ പഴയ മെട്രിക് സിസ്റ്റമാണ്. ഇന്നിത് അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇവിടെ ഗ്രെയിൻ, മിനിം ഒക്കെയാണ് ബേസിക് മെഷർമെന്റ് യൂണിറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഹൗസ് ഹോൾഡ് സിസ്റ്റം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് വീട്ടിൽ സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെഷർമെന്റ് ആണ് ഹൗസ് ഹോൾഡ് സിസ്റ്റം. ഹൗസ് ഹോൾഡ് സിസ്റ്റത്തിൽ വോളിയം മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഡ്രോപ്സ്, ടീസ്പൂൺസ്, ടേബിൾ സ്പൂൺസ്, കപ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം വെയിറ്റ് മെഷർ ചെയ്യാനായിട്ട് ഔൺസ്, പൗണ്ട്സ് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. ചില അളവുകൾ നമുക്ക് നോക്കാൻ പറ്റും. 1 ounce എന്ന് പറഞ്ഞാൽ 30 ml അല്ലെങ്കിൽ 30 cc അല്ലെങ്കിൽ 8 ടീസ്പൂൺ ഫുൾ അല്ലെങ്കിൽ 30 grams. ഇതാണ് 1 ounce. 1 ലിറ്റർ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് 1000 ml അല്ലെങ്കിൽ 2 pints. ഒരു പൈന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 500 ml ആണ്. ദെൻ 1 gram 1000 milligram.
1 cc എന്ന് പറയുന്നത് 1 ml ആണ്, 1 മില്ലി ലിറ്റർ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു 1 pint എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 500 ml അല്ലെങ്കിൽ 20 ounce ആണ്. ദെൻ 1 pound 16 ounce അല്ലെങ്കിൽ 480 grams ആണ്. 1 kg എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് 1000 gram. 1 milligram എന്ന് പറഞ്ഞാൽ 1000 microgram ആണ്. 1 teaspoon അപ്രോക്സിമേറ്റ്ലി 5 ml അല്ലെങ്കിൽ 60 drops. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 15 ml അല്ലെങ്കിൽ 0.5 ounce. ഒരു ടീ കപ്പ് എന്ന് പറയുന്നത് 150 ml ആണ്. ഒരു ഗ്ലാസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 200 ml ആണ്. 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ. ഇതൊക്കെ നിങ്ങൾക്ക് സാധാരണ അറിയാവുന്നുള്ളത് തന്നെയാണ്. ദെൻ 1 ഫുട്ട് എന്ന് പറഞ്ഞാൽ 30 സെന്റിമീറ്റർ അല്ലെങ്കിൽ 12 ഇഞ്ചസ് ആണ്. 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.5 സെന്റിമീറ്റർ. കാൽക്കുലേഷൻ ഓഫ് ഡോസേജ്. നമുക്ക് എങ്ങനെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് ഫോർമുലകളാണ്. ആദ്യം നമ്മൾ ടാബ്ലറ്റ്സ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോർമുലയാണ്. നമ്പർ ഓഫ് ടാബ്ലറ്റ്സ്, എത്ര ടാബ്ലറ്റ് കൊടുക്കണം എന്നുള്ളത് ഡിസൈർഡ് ഡോസ് ഡിവൈഡഡ് ബൈ ഡോസ് ഇൻ ഹാൻഡ്. എത്രയാണോ നമ്മൾ കൊടുക്കേണ്ട ഡോസ് അത് നമ്മുടെ കയ്യിലുള്ള ഡോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു ഉദാഹരണത്തിന് ഒരു ടാബ്ലറ്റിന്റെ 500 mg ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് 250 mgയുടെ ടാബ്ലറ്റ് ആണ്. അപ്പം ഡിസൈർഡ് ഡോസ് എന്ന് പറഞ്ഞാൽ 500 mg. നമ്മുടെ കയ്യിലുള്ളത് ഡോസ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് 250 mg. ദെൻ 500 ഡിവൈഡഡ് ബൈ 250. അപ്പൊ 2 ടാബ്ലറ്റ് കൊടുത്താലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള അളവിൽ മരുന്ന് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് ലിക്വിഡ്സ്. എമൗണ്ട് ടു അഡ്മിനിസ്റ്റർ, അത് നമുക്ക് എക്സ് എന്ന് എടുക്കാം. എമൗണ്ട് എത്ര ആണ് കൊടുക്കേണ്ടത് അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഡിസൈർഡ് ഡോസ്, എത്രയാണോ നമ്മൾ കൊടുക്കേണ്ട ഡോസ് ഡിവൈഡഡ് ബൈ ഡോസ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള ഡോസ് എത്രയാണ്, ഇൻറ്റു ക്വാണ്ടിറ്റി ഓൺ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള അളവ് എത്രയാണെന്നുള്ളതനുസരിച്ച്. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. Kanamycin 500 mg is ordered for a client. It is supplied in a liquid form containing 250 mg in 5 ml. Calculate the dosage. അത് നമുക്ക് രോഗിക്ക് 500 mg കാനാമൈസിൻ ആണ് കൊടുക്കാനുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് 5 ml 250 mg ഉള്ളതാണ്. ഡോസേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഡിസൈഡ് ഡോസ്, കൊടുക്കേണ്ട ഡോസ് എന്ന് പറഞ്ഞാൽ 500 mg ആണ്. ഡോസ് ഇൻ ഹാൻഡ് ആണെങ്കിലോ 250 mg. ക്വാണ്ടിറ്റി ഓൺ ഹാൻഡ് 5 ml. ദെൻ ഫോർമുല എന്താണ്? എമൗണ്ട് ടു അഡ്മിനിസ്റ്റർ എക്സ് എന്ന് പറയുന്നത് ഡിസൈഡ് ഡോസ് ഡിവൈഡഡ് ബൈ ഡോസ് ഇൻ ഹാൻഡ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓൺ ഹാൻഡ്. ഇൻട്രാവീനസ് ഫ്ലൂയിഡ് കാൽക്കുലേഷൻ. ഇവിടെ നമ്മൾ IV ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഡ്രിപ്പ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡ്രോപ്സ് പെർ മിനിറ്റ് ഈസ് ഇക്വൽ ടു റിക്വയർഡ് ഓർ പ്രിസ്ക്രൈബ്ഡ് വോളിയം, അതായത് എത്രയാണോ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന അളവ്, ഡിവൈഡഡ് ബൈ ടൈം ഇൻ മിനിറ്റ്സ്, എത്ര സമയം കൊണ്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് മിനിറ്റ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ ഓഫ് ഗിവിംഗ് സെറ്റ്. ഇവിടെ ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് പെർ ml ആണ്. ഇത് ഓരോ IV സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ സാധാരണ കൊടുക്കുന്ന IV സെറ്റിന്റെ ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 16 ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Mr. X, 48-year-old male, is admitted with nausea and vomiting. Doctor ordered 3 pints of DNS solution over 12 hours. Calculate the drops per minute. Drops per minute എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല required or prescribed volume divided by time in minutes into drop factor of giving set. ഇവിടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് പ്രിസ്ക്രൈബ്ഡ് വോളിയം എന്ന് പറഞ്ഞാൽ 3 pints, അതായത് 1500 ml, 1500 ml. Then time in minutes 12 hours കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മിനിറ്റ്സിലോട്ടാക്കുമ്പോൾ 12 into 60. ഡ്രോപ്പ് ഫാക്ടർ ഓഫ് സ്റ്റാൻഡേർഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ 16 ആണ്. ഡ്രോപ്സ് പെർ മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 1500 ഡിവൈഡഡ് ബൈ 12 into 60 into 16 കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 33.33, അപ്രോക്സിമേറ്റ്ലി 33 ഡ്രോപ്സ്. അതായത് ഒരു മിനിറ്റിൽ നമ്മൾ 33 ഡ്രോപ്പ് വെച്ച് കൊടുത്താൽ 1500 ml 3 pints of DNS സൊല്യൂഷൻ നമുക്ക് 12 മണിക്കൂർ കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇത്രയാണ്
ഇന്നത്തെ സെഷനിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തേത്, എയറോസോൾ ഈസ് എ ഡാഷ് മെത്തേഡ് ഓഫ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. എയറോസോൾ ഏത് തരത്തിലുള്ള ഡ്രഗ് ഡെലിവറി സിസ്റ്റമാണ്? നോവൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 pint ഈസ് ഈക്വൽ ടു, ഒരു പൈൻറ്റ് എത്ര അളവാണ്? 500 ml. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an expected physiological response a medication causes is termed as. ഒരു മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫിസിയോളജിക്കൽ റെസ്പോൺസ് എന്താണെന്ന്? ഇറ്റ് ഈസ് തെറാപ്യൂട്ടിക് ഇഫക്റ്റ്. ഇവിടെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതെല്ലാവരും ആൻസർ ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സിനെ കാണിക്കണം. ഇനി 1-2 അസൈൻമെൻറ്റ്സ് ആണ്. ആദ്യത്തേത്, കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഡ്രഗ് ഫോംസ്. നമ്മൾ കഴിഞ്ഞ സെഷനിലാണ് ഡിഫറെൻറ്റ് ഡ്രഗ് ഫോംസിനെ കുറിച്ച് പഠിച്ചത്. അത് കണക്കുള്ള ഡിഫറെൻറ്റ് ഡ്രഗ് ഫോംസ് കളക്ട് ചെയ്ത് ഇതുപോലൊരു കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിൽ ചാർട്ട് പേപ്പർ ഒട്ടിച്ചതിന് ശേഷം ഒട്ടിക്കുകയോ അല്ലെങ്കിൽ തെർമോക്കോളിൽ ഒട്ടിക്കുകയോ ഒക്കെ ചെയ്യാം. അടുത്ത അസൈൻമെൻറ്റ്, കളക്ഷൻ ഓഫ് മെഡിസിൻ ലീഫ്ലെറ്റ്സ് ആൻഡ് മെഡിക്കേഷൻ ഓർഡർ. നമ്മൾ ഒരു മരുന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു മെഡിസിൻ ലീഫ്ലെറ്റ് കിട്ടും. ഇങ്ങനെയുള്ള വിവിധ ലീഫ്ലെറ്റുകളും അതോടൊപ്പം തന്നെ മെഡിക്കേഷൻ ഓർഡർ, വീട്ടിൽ ആശുപത്രിയിലൊക്കെ പോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു മെഡിക്കേഷൻ ഓർഡർ അവരുടെ കയ്യിൽ കാണും. ഉപയോഗിക്കാത്ത മെഡിക്കേഷൻ ഓർഡർ കളക്ട് ചെയ്യുക. അതും ഒരു ബുക്കിനകത്തോ അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ബുക്കിനകത്തോ ഒക്കെ ഒട്ടിച്ച് ടീച്ചറിനെ കൊണ്ടുവന്ന് കാണിക്കണം.